നല്ല മീൻ കിട്ടാത്തതുകൊണ്ട് മീനച്ചാറ് ഉണ്ടാക്കൽ എന്നും പെൻഡിങ്ങാണ്. അപ്പോൾ ഇന്ന് സാത്ത് പോയിട്ട് വന്നപ്പോൾ നല്ല മീൻ കൊണ്ടുവന്നു. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തും വെച്ചു. മീൻ മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലും വെച്ചു കേട്ടോ, അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഉരുളി ചൂടായപ്പം അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് ആദ്യം കറിവേപ്പില വറുത്തെടുത്തു. പിന്നെ കാന്താരി മുളക് വറുത്തെടുത്ത സീനാട്ടോ ഇത്. അത് കാന്താരി ഒന്ന് ശാന്തായപ്പം അതും വറുത്ത് കോരി എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് പച്ചമുളകും ഉപയോഗിച്ചായിരുന്നു. പച്ചമുളക് വറുത്ത് കോരി മാറ്റി വെച്ചു. പച്ചമുളകിനൊന്നും വലിയ അഹങ്കാരം ഇല്ലാത്തതുകൊണ്ട് അതൊന്നും പൊട്ടിത്തെറിച്ചില്ല. പക്ഷെ കാന്താരി, അവൾ ഭീകരിയായിരുന്നു. ഞങ്ങളുടെ കാന്താരി ഇരുന്ന് ഫോൺ നോക്കുക കേട്ടോ. അപ്പോൾ ഈ കാക്ക വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അതിനിടയ്ക്കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. എന്നോട് പോയി മീനും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. മീൻ ഫ്രിഡ്ജിൽ മസാല പുരട്ടി വെച്ചാൽ നല്ലപോലെ അതിൽ പിടിച്ചിട്ടുണ്ടാവും, ഉപ്പും മുളക് പൊടിയൊക്കെ. അപ്പോൾ അത് വറുത്തെടുക്കുമ്പോൾ കുറച്ച് മീന് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോഴേക്കും ഞാൻ വന്നപ്പോഴേക്കും വെളുത്തുള്ളി വറുക്കാനിട്ടായിരുന്നു കേട്ടോ. വെളുത്തുള്ളി വറുക്കാനിട്ടിട്ട് ഈ കാക്ക ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്കൂടെ ചെറുതായിട്ട് വിരലും കട്ട് ചെയ്തു എന്ന് തോന്നുന്നു. ഇനി ഇഞ്ചി വറുത്തെടുക്കണം. അപ്പോൾ ഇഞ്ചി വറുക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞോളെ ഏൽപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മച്ചിയും വന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു കേട്ടോ. ചില കാര്യങ്ങൾക്ക് കാരണവന്മാരുടെ നിർദ്ദേശങ്ങൾ കൂടെ ഉള്ളത് നല്ലതാട്ടോ. അങ്ങനെ എല്ലാം വറുത്ത് കോരിയിട്ട് ഈ കാക്ക വറവുകളെല്ലാം മാറ്റി വെച്ചു. ഇനി മീൻ വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ ചൂടായി ഒന്ന് നോക്കിയതാട്ടോ. എണ്ണ ചൂടായി അതിലേക്ക് മീനൊക്കെ പെറുക്കിയിട്ടു നല്ലപോലെ വറുത്തെടുക്കണം. അതിനിടയ്ക്ക് സാറാമ്മ വന്നിട്ട് എടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ കാക്ക അവളെ എടുത്തുകൊണ്ടാട്ടോ എന്നിട്ട് മീൻ ഫ്രൈ ചെയ്തെടുത്ത ബാക്കിയുള്ളത്. മീനെല്ലാം വറുത്ത് കോരി വന്നപ്പോഴേക്കും ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് കുഞ്ഞോളൊക്കെ പോയി കിടന്നായിരുന്നു. ഇനി ഞാനും സാത്തും ഇക്കാക്കായും സാറാമ്മയും കൂടെയാണ് മീൻ വറുത്ത് കോരിയെടുത്തത്. എല്ലാ മീനും വറുത്ത് കഴിഞ്ഞ് ഇനി അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ആ എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചു, നല്ലപോലെ കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇവിടെ തന്നെ കിട്ടാനുള്ളതുകൊണ്ട് മേടിക്കേണ്ട ഒന്നുമില്ല. കറിവേപ്പില ഇട്ടിട്ട് കാശ്മീരി മുളക് പൊടി ആട്ടോ യൂസ് ചെയ്തത്. ഓൾറെഡി നമ്മൾ കാന്താരിയും പച്ചമുളകും ഇട്ടുകൊണ്ട് തന്നെ മറ്റേ മുളക് പൊടി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഉലുവ പൊടിച്ചത് ചേർത്തു, അതുപോലെ കായം പൊടിച്ചതും ചേർത്തു. ഉലുവയും കായവും മീനച്ചാറിനല്ല എല്ലാ അച്ചാറുകൾക്കും ഉലുവയും കായവും മസ്റ്റ് ആട്ടോ. അത് കുറഞ്ഞിട്ട് എനിക്ക് അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച അച്ചാർ പൊടി യൂസ് ചെയ്തില്ല കേട്ടോ. പകരം ഈ ഉലുവയും കായപ്പൊടിയും എല്ലാം ചേർക്കുക ചെയ്തേ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വിനാഗിരിയും ചേർത്ത് ആ മസാല നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു. ഇനി ആ മസാലയ്ക്കും ആ വറവിനും ആവശ്യമായ മാത്രം ഉപ്പാട്ടോ ചേർക്കുന്നത്. കാരണം മീൻ വറുത്തപ്പോൾ ഓൾറെഡി അതിനകത്ത് ഉപ്പൊക്കെ പുരട്ടി നല്ലപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ ആവശ്യമുള്ള ഉപ്പ് മീനിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇനി ആ വറവിനും ആ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്തു. പുളി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വിനാഗിരി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നല്ലപോലെ തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക. അത്യാവശ്യത്തിന് ഗ്രേവിയൊക്കെ അപ്പോൾ ഉണ്ടാവും കേട്ടോ. തിളപ്പിച്ച വെള്ളം ഒഴിച്ചതുകൊണ്ട് ടേസ്റ്റിന് മാറ്റമൊന്നും വരുന്നില്ല. കുറച്ച് ഗ്രേവിക്ക് വേണ്ടി വെള്ളം ചേർത്തതാണ്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മീനും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനുള്ള ഗ്യാപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അതിന് മുന്നേ ഞങ്ങളത് ഫിനിഷ് ചെയ്യും. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. 2 ദിവസം ഉരുളിയിൽ വെച്ചിട്ടാട്ടോ മാറ്റിയത്. കാന്താരിയുടെയൊക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അടിപൊളിയായിരുന്നു.